നമസ്കാരം. നോട്ട് നിരോധിച്ചതുകൊണ്ടും 370-ാം വകുപ്പ് ദുർബലപ്പെടുത്തിയതുകൊണ്ടും കശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി വെട്ടിമുറിച്ചതുകൊണ്ടുമൊന്നും തീവ്രവാദി നുഴഞ്ഞുകയറ്റത്തെയും ആക്രമണങ്ങളെയും ചെറുക്കാനാവില്ല എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യമായതുകൊണ്ടാണോ എന്നറിയില്ല, വമ്പിച്ച മാറ്റങ്ങളാണ് അതിർത്തി രക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി BSF മേധാവിയെ അപ്രതീക്ഷിതമായി നീക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സർവീസ് കാലാവധി തീരാൻ ബാക്കി നിൽക്കെയാണ് BSF മേധാവി നിതിൻ അഗർവാളിനെ നീക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ കേരള കേഡറിലേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിന്റേത് അസാധാരണ നടപടിയാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം കേരള കേഡറിലേക്ക് മടക്കി അയച്ചത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. ജമ്മു മേഖലയിൽ തുടർച്ചയായുണ്ടായ നുഴഞ്ഞുകയറ്റത്തിൽ കേന്ദ്രം അതൃപ്തിയിലാണെന്ന് റിപ്പോർട്ടുണ്ട്. ഇതേ തുടർന്നാണ് BSF മേധാവിയെ മാറ്റിയതെന്നാണ് സൂചന. ജമ്മു കശ്മീരിലും നിയന്ത്രണ രേഖയിലുമെല്ലാം നുഴഞ്ഞുകയറ്റം വ്യാപകമായിരുന്നു. നിതിൻ അഗർവാളിന് പുറമെ BSF വെസ്റ്റ് SDG YB ഖുറാനിയെയും സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. ഖുറാനിയയെ ഒഡീഷയിലെ DGP ആയി നിയമിച്ചിട്ടുണ്ട്. ഖുറാനിയ 1990 ബാച്ച് ഒഡീഷ കേഡർ IPS ഉദ്യോഗസ്ഥനാണ്. 2026 വരെ കാലാവധി ഉണ്ടെന്നിരിക്കെ നിതിൻ അഗർവാളിന്റെ കേരള കേഡറിലേക്കുള്ള മടക്കം സംസ്ഥാന പോലീസിലെ ഉന്നത സ്ഥാനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ തവണ സംസ്ഥാന DGP നിയമനത്തിനുള്ള പട്ടികയിൽ 1-ാം സ്ഥാനത്തായിരുന്നു നിതിൻ അഗർവാൾ. എന്നാൽ കേരള കേഡറിലേക്ക് മടക്കമില്ലെന്ന് അറിയിച്ചതോടെയാണ് ഷെയ്ഖ് ദർവേസ് DGP ആയത്. ജമ്മു കശ്മീരിൽ തുടർച്ചയായി പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചു വരികയാണ്. സൈന്യത്തിന് ഇത് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. 1989 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് നിതിൻ അഗർവാൾ. കഴിഞ്ഞ വർഷം ജൂണിലാണ് നിതിൻ അഗർവാളിനെ BSF മേധാവിയായി നിയമിച്ചത്. പങ്കജ് കുമാർ വിരമിച്ചതിനെ തുടർന്നായിരുന്നു നിയമനം. CRPF DG സുജോയ് ലാലായിരുന്നു അതിനുശേഷം നിതിൻ അഗർവാൾ എത്തുന്നതുവരെ താൽക്കാലികമായി BSFന്റെ തലപ്പത്തുണ്ടായിരുന്നത്. ഖുറാനിയ നേരത്തെ ജമ്മു ഫ്രോണ്ടിയറിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ കൂടിയാണ് അദ്ദേഹം എത്തിയത്. ഈ സമയത്താണ് അദ്ദേഹത്തെ മാറ്റിയത്. സൈനികരുമായി കൂടിക്കാഴ്ച നടത്താനും അദ്ദേഹം തീരുമാനിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റം നടന്നത്. സെപ്റ്റംബർ 30-ന് മുമ്പ് ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കേണ്ട കേന്ദ്ര സർക്കാരിന് വർദ്ധിച്ച തീവ്രവാദി ആക്രമണം വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത്. കശ്മീരിന്റെ ക്രമസമാധാനത്തെ കുറിച്ച് കേന്ദ്ര സർക്കാർ ഉയർത്തിയ എല്ലാ അവകാശവാദങ്ങളും പൊള്ളയാണെന്ന് കാണിക്കുന്ന രീതിയിൽ നിരന്തരം തീവ്രവാദി ആക്രമണങ്ങൾ അരങ്ങേറുന്ന പശ്ചാത്തലത്തിൽ തൊലിപ്പുറമെയുള്ള ചികിത്സ കൊണ്ട് ഫലമുണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം.